ഹലോ, നമസ്കാരം. ചൈന കാഴ്ചകൾ തുടരുന്നു. ഇത് ചൈന സീരീസിലെ അവസാന എപ്പിസോഡാണ്. ഈ എപ്പിസോഡോടുകൂടി ചൈന കാഴ്ചകൾ അവസാനിക്കും. കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ അവസാനിപ്പിച്ചത് ബീജിങ്ങിലെ 2ാം ദിവസം അവസാനിക്കുന്നിടത്ത് വെച്ചാണ്. ഇന്ന് ബീജിങ്ങിലെ 3ാം ദിവസവും ചൈനയിലെ 5ാം ദിവസവുമാണ്. നാളെ രാവിലെ ഇവിടെ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് പോകും. ഈ എപ്പിസോഡിൽ ബീജിങ്ങിൽ അതിപ്രധാനമായ 2 ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളുടെ കാഴ്ചകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒപ്പം നാട്ടിലേക്ക് പോകുന്നതിൻ്റെ കാഴ്ചകളും. അപ്പോൾ നമുക്ക് വിശദമായ വീഡിയോയിലേക്ക് പോകാം. നാട്ടുസഞ്ചാരിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് അവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇത് നമ്മുടെ ചൈനയിൽ 5ാം ദിവസം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഇന്നത്തെ കാഴ്ചകൾ കാണാനായി ഓരോരുത്തരായി ബസ്സിൽ കയറിയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ഇന്നലത്തെ പോലെ തന്നെ ആയതിനാൽ ഇന്ന് അതൊന്നും കാണിക്കുന്നില്ല. കുറച്ച് പുറം കാഴ്ചകൾ കാട്ടിത്തരാം. രാവിലെ നല്ല തണുപ്പുണ്ട്, നല്ല സുഖമുള്ള തണുപ്പ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ചൈനയിലെ ഏറ്റവും പ്രശസ്തമായ 2 ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് ആണ്. അതിൽ നമ്മൾ ആദ്യം കാണാൻ പോകുന്നത് ടിയാനമൻ സ്ക്വയർ കാണാനാണ്. തുടർന്ന് തൊട്ടടുത്തുള്ള ഫോർബിഡൻ സിറ്റിയും കണ്ട് ഉച്ചയോടുകൂടി ലഞ്ചിന് പോകും. അത് കഴിഞ്ഞാൽ പിന്നെ ഷോപ്പിങ്ങിനായുള്ള സമയമാണ്. അതിനായി നമ്മളൊരു ഷോപ്പിംഗ് മാളും സന്ദർശിക്കുന്നുണ്ട്. തുടർന്ന് ഡിന്നറും കഴിഞ്ഞ് ഹോട്ടലിലേക്ക്. നമ്മൾ യാത്ര ആരംഭിക്കുന്നു. ഇന്നത്തെ ഐറ്റിനറിയെ കുറിച്ച് ഗൈഡ് പറയും. Okay, from now in the morning we will go traveling directly to the Tiananmen Square. Just have a check with your passport, because once we enter inside the square, we will passing through the queue. We will also passing through the security check. The security check will be. നമുക്ക് അവിടെ എത്താൻ ഒരു 15-20 മിനിറ്റ് എടുക്കും. അവിടെ എത്തിയാൽ പിന്നെ നല്ല തിരക്കായിരിക്കുമെന്നും നല്ല ക്യൂ ഉണ്ടാകുമെന്നുമാണ് പീറ്റർ പറയുന്നത്. അതുപോലെ മദ്യവുമായി ആരെങ്കിലും ഇതിലുണ്ടെങ്കിൽ അത് വാഹനത്തിൽ തന്നെ സൂക്ഷിക്കണമെന്നും അവിടേക്ക് മദ്യം കടത്തിവിടില്ല എന്നുമാണ് പീറ്റർ പറയുന്നത്. പീറ്ററിന് അറിയില്ലല്ലോ നമ്മൾ അത്തരക്കാരല്ല എന്ന്. ഒരു ചെറിയ ബസ് യാത്രയാണെങ്കിലും നമ്മുടെ മിസ്സിസ് ലൂസിയാമ്മയുടെ ഒരു നിമിഷ കവിത ഉണ്ട്. നാരായണം ഭജേ നാരായണം, ചൈന ടൂറിനും നാരായണം, ടൂറിന്റെ മാനേജർക്ക് നാരായണം, സ്കൈവേസ് ട്രാവൽസിനും നാരായണം, ഓണറായ ഷാജിക്കും നാരായണം, സ്കൈവേസ് ട്രാവൽസിനും നാരായണം, ട്രാവൽസിന്റെ സ്റ്റാഫിനും നാരായണം, സ്നോക്കീലന്മാർക്കെല്ലാം നാരായണം, അവരുടെ പാട്ടിനും നാരായണം, ടീച്ചർമാർക്കെല്ലാം നാരായണം, കൂടെ വന്ന പാർട്ട്നേഴ്സിനും നാരായണം. നമ്മൾ ഇന്നത്തെ കാഴ്ചകളുടെ ഡെസ്റ്റിനേഷൻ അടുത്തെത്തി. ഇനി നടന്നു വേണം എല്ലാ സ്ഥലത്തേക്കും പോകാൻ. ഒരു 3-4 കിലോമീറ്ററെങ്കിലും ഇന്ന് നടക്കാനുണ്ടാകും. ഇതിനിടയിൽ പല സെക്യൂരിറ്റി പോയിന്റുകളും ഉണ്ടാവും. ഇവിടുത്തുകാർ സൈക്കിൾ ധാരാളമായി ഉപയോഗിക്കുന്നവരാണ്. അത് ഇവിടെ കൂടി നടന്നു പോകുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട്. കൂടുതലും മഞ്ഞയും നീലയും നിറത്തിലുള്ള സൈക്കിളുകളാണ് ഇവിടെ കാണുന്നത്. ഹെൽമറ്റും ഉണ്ട് അതിനോടൊപ്പം. എനിക്ക് തോന്നുന്നത് ഇത് ഫ്രീ ആയി ഉപയോഗിക്കാൻ കഴിയുന്ന സൈക്കിളുകളാണെന്നാണ്. ഒരു ഗവൺമെൻറ് സംരംഭം. ഇത് ഏതെങ്കിലും ഒരു മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് ആവശ്യാനുസരണം ഉപയോഗിക്കാൻ കഴിയുമായിരിക്കും. എൻ്റെ ഒരു സംശയമാണ്. നമ്മുടെ കാശ്മീരിൽ ഇതുപോലുള്ളൊരു സംവിധാനം ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് ഇവിടെ ഒരു ടോയ്ലറ്റ് ഉണ്ട്. പോകേണ്ടവർക്ക് പോകാം. ഇനി ഒരു 2-3 മണിക്കൂർ ആ പരിപാടി നടക്കില്ല. കുറെ നടക്കാനുണ്ട്. രാവിലെ റോഡുകളിൽ വലിയ തിരക്കില്ല. തിരക്കായി വരുന്നതേ ഉള്ളൂ. ഇവിടെ മുതൽ തിരക്ക് കൂടുന്നുണ്ട്.
നമുക്ക് ഈ വശത്തുകൂടെ മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഇവർ ഇന്നാട്ടുകാരാണെന്നാണ്. അവർക്ക് പ്രത്യേക ക്യൂവും വിദേശികൾക്ക് പ്രത്യേക ക്യൂവും ആവും ഉള്ളത്. ഏതായാലും നമുക്ക് ഫ്രീ ആയി കടന്നു പോകാൻ കഴിയുന്നുണ്ട്. ഇതാണ് ആദ്യ ചെക്കിംഗ് പോയിന്റ്. ഇവിടെയാണ് നമ്മുടെ ടിക്കറ്റുകൾ പരിശോധിക്കുന്നതെന്ന് തോന്നുന്നു. നമ്മൾ ഗ്രൂപ്പ് ടിക്കറ്റ് ആയതിനാൽ ഓരോരുത്തരുടെയും ടിക്കറ്റ് പ്രത്യേകം ചെക്ക് ചെയ്യേണ്ടതില്ല. ടോട്ടൽ നമ്പർ കൗണ്ട് ചെയ്താൽ മതിയാകുമായിരിക്കും. വിശദ പരിശോധന ഇനിയും ഉണ്ടാവും. അടുത്ത ചെക്കിംഗ് പോയിന്റിലെത്തി. അവിടുത്തെ ചെക്കിങ് കഴിഞ്ഞ് വീണ്ടും നടത്താം. മൂന്നാമത്തെ ചെക്കിങ്. ഇവിടെ ക്യൂ നിൽക്കണം. ഇവിടെ വിശദമായ ദേഹപരിശോധനയും ബാഗ് പരിശോധനയും നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഇവിടെ കുറച്ചധികം ക്യൂ നിൽക്കേണ്ടി വരും. പല ക്യൂ ഉണ്ടെങ്കിലും കുറച്ച് സമയമെടുക്കുമെന്ന് തോന്നുന്നു. വിശദമായ ദേഹപരിശോധനയ്ക്ക് ശേഷം നമുക്ക് റോഡ് മുറിച്ച് കടന്നു വേണം സ്ക്വയറിലേക്ക് പോകേണ്ടത്. ഇവിടെ ഈ ഏരിയയുടെ ഒരു മാപ്പ് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. നല്ല തിരക്കുണ്ട്. വരിവരിയായി പോകുന്നതിന് ബാരിക്കേഡുകൾ ഇവിടെ മുതലുണ്ട്. വളരെയേറെ സെക്യൂരിറ്റി കൺട്രോളുള്ള ഒരിടമാണ് ഇവിടം. ഇവിടുത്തെ തൂണിലും തുരുമ്പിലും വരെ ക്യാമറയും മൈക്രോഫോണും ഉണ്ടെന്നും അതുകൊണ്ട് ചൈനയെക്കുറിച്ച് മോശമായതൊന്നും സംസാരിക്കരുതെന്നും പീറ്റർ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴത്തൊന്നും മലയാളത്തിൽ തെറി വിളിച്ചാൽ അവർക്ക് മനസ്സിലാവില്ലല്ലോ എന്നും. ഇത് ചൈനയാണ്. ലോകത്തെ ഏത് ഭാഷയിൽ സംസാരിച്ചാലും അപ്പോൾ അത് ചൈനീസ് ഭാഷയിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിനുള്ള ടെക്നോളജി ഇവരുടെ കയ്യിലുണ്ട്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ വളരെയേറെ മുന്നേ സഞ്ചരിക്കുന്ന ഒരു രാജ്യമാണ് ചൈന. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ മാത്രമല്ല, ടെക്നോളജിയിലും ഡെവലപ്പിലും എന്ന് വേണ്ട സർവ്വ മേഖലയിലും ഇവർ ലോകത്തെ ഒന്നാം സ്ഥാനക്കാരായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കാണുന്ന സകല പോസ്റ്റുകളിലും ക്യാമറകളും മൈക്രോഫോണുകളും ഉണ്ട്. നമ്മൾ ചൈനയിൽ എത്തിയാൽ പിന്നെ നമ്മൾ പൂർണ്ണമായും ഇവരുടെ സർവൈലൻസിലാവും ഉണ്ടാവുക. പ്രത്യേകിച്ച് ബീജിങ്ങിൽ നമ്മുടെ നോട്ടവും ഭാവവും വരെ അവർ ഒപ്പിയെടുത്ത് അത് ഇൻ്റർപ്രറ്റേറ്റ് ചെയ്യും. സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞ് റോഡ് മുറിച്ച് കടന്ന് ഇപ്പോൾ എത്തിയിട്ടുള്ളത് ടിയാനൻമെൻ സ്ക്വയറിലാണ്. ഇത് കണ്ടോ, നേരത്തെ പറഞ്ഞതുപോലെ മുഴുവൻ ക്യാമറകളും സൗണ്ട് റെക്കോർഡിംഗ് എക്യുപ്മെന്റ്സുമാണ്. മണ്ണിലും വിണ്ണിലും തൂണിലും തുരുമ്പിലും ഇവിടെ ദൈവമല്ല ഉള്ളത്, ചാര ക്യാമറകളാണ്. രാജ്യരക്ഷയ്ക്ക് അത്യന്താപേക്ഷിതമായ ഒരു സംഗതി തന്നെയാണ് ഇതൊക്കെ. ഈ രാജ്യം അതൊക്കെ കൃത്യമായി ഉപയോഗിക്കുന്നുമുണ്ട്. നമ്മുടെ രാജ്യത്ത് കാശ്മീരിലെ പഹൽഗാമിൽ കുറെ പേരെ വെടിവെച്ച് കൊന്ന ശേഷം അക്രമികൾ പുല്ലുപോലെ നമ്മുടെ രാജ്യം വിട്ടുപോയത് നമ്മൾ നോക്കി നിന്നു. ആ ആക്രമണം ലൈവായി ഇന്ത്യ മുഴുവൻ കണ്ട ശേഷമാണ് ആ തീവ്രവാദികൾ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടതെന്ന കാര്യം വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഞാൻ പോയിട്ടുള്ളൊരു സ്ഥലമാണ് പഹൽഗാം. അവിടെ നിന്ന് പാകിസ്ഥാനിലേക്ക് കടക്കണമെങ്കിൽ കുറഞ്ഞത് 2-3 ദിവസം വേണം. എന്നിട്ടും പോയതോ കടത്തിവിട്ടതോ ആർക്കറിയാം. നമ്മളെ ഗൈഡ് സ്ക്വയറിൻ്റെ മധ്യത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇവിടെയുള്ള ക്യാമറകൾ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. പക്ഷേ ഗൈഡ് പറയുന്നത് ക്യാമറകളേക്കാൾ കൂടുതലുള്ളത് മൈക്കുകളാണെന്നാണ്. അതുകൊണ്ട് ദേശവിരുദ്ധമായ ഒന്നും സംസാരിക്കരുതെന്നും നേരത്തെ നിർദ്ദേശം തന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ടിയാനൻമെൻ സ്ക്വയറിൽ. ഞാൻ നമ്മുടെ വീഡിയോയിൽ വോയിസ് ഓവറാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ സ്ഥലത്തെക്കുറിച്ചും ഇവിടെ നടന്നിട്ടുള്ള കൂട്ടക്കുരുതികളെക്കുറിച്ചും വഴിയേ പറയാം. ഈ ടിയാനൻമെൻ സ്ക്വയർ ബീജിങ്ങിന് മധ്യഭാഗത്തുള്ള ഒരു സിറ്റി സ്ക്വയറാണ്.
1651 ഈ സ്ക്വയർ ഇവിടെ സ്ഥാപിച്ചത്. 1950-കളിൽ അത് വിപുലീകരിച്ചു. ഈ സ്ക്വയറിൻ്റെ നീളം 765 മീറ്ററും വീതി 282 മീറ്ററുമാണ്. അതായത് 2,15,730 m² വിസ്തീർണം. ഏക്കറിന് പറഞ്ഞാൽ 5,331 ഏക്കർ. ഈ സ്ക്വയറിന് ചുറ്റിലുമുള്ളത് വളരെ പ്രധാനപ്പെട്ട നിർമ്മിതികളാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട കെട്ടിടമാണ് കാണുന്നത്. ഗ്രേറ്റ് ഹാൾ ഓഫ് ദി പീപ്പിൾ, അതായത് ചൈനീസ് പാർലമെന്റ് മന്ദിരം. ആ കൂറ്റൻ കെട്ടിടത്തിന് നടുവിലുള്ള ആ ഗേറ്റിന് മുകളിൽ കാണുന്ന ആ ചുവന്ന എംബ്ലം പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയുടെ നാഷണൽ എംബ്ലമാണ്. അതൊരു കൂറ്റൻ എംബ്ലമാണ്. ഇത്രയും ദൂരത്തു നിന്ന് നോക്കുന്നത് കൊണ്ട് ശരിയായ വലിപ്പം അറിയാൻ കഴിയുന്നില്ല. ആ കെട്ടിടത്തിലാണ് എല്ലാ വർഷവും മാർച്ചിൽ ഇവരുടെ നാഷണൽ പീപ്പിൾസ് കോൺഗ്രസ് നടക്കുന്നത്. അതുപോലെ 5 വർഷത്തിലൊരിക്കൽ നടക്കുന്ന ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നാഷണൽ കോൺഗ്രസും 1987 മുതൽ നടക്കുന്നത് ഈ കെട്ടിടത്തിലാണ്. ഇവ കൂടാതെ മറ്റു പ്രധാന നാഷണൽ ലെവൽ മീറ്റിങ്ങുകളും ഈ കെട്ടിടത്തിൽ നടക്കാറുണ്ട്. ഈ കെട്ടിടത്തിൻ്റെ ആകെ നീളം 356 മീറ്ററും വീതി 206.5 മീറ്ററുമാണ്. ഏറ്റവും കൂടിയ ഉയരം 46.5 മീറ്റർ. ആകെ ഫ്ലോർ ഏരിയ 1,71,801 സ്ക്വയർ മീറ്ററാണ്. അപ്പോൾ തന്നെ അതിൻ്റെ വലിപ്പം മനസ്സിലായില്ലേ? അടുത്തൊരു പ്രധാന നിർമ്മിതി അക്കാണുന്നതാണ്. ഫോർബിഡൻ സിറ്റിയിൽ നിന്നും ടിയാനമൻ സ്ക്വയറിലേക്കുള്ള കവാടം കൂടെയാണ് കെട്ടിടം. അതുകൊണ്ട് ആ കവാടത്തെ ടിയാനമൻ ഗേറ്റ് ഓഫ് ഹെവൻലി പീസ് എന്നും അറിയപ്പെടുന്നുണ്ട്. അടുത്ത കെട്ടിടം ഈ കിഴക്ക് ഭാഗത്ത് കാണുന്ന ആ കെട്ടിടമാണ്. നാഷണൽ മ്യൂസിയം ഓഫ് ചൈന. അത് ഒരു ആർട്ട് ആൻഡ് സയൻസ് മ്യൂസിയമാണ്. 2 ലക്ഷം സ്ക്വയർ മീറ്റർ വിസ്തീർണമുള്ള ലോകത്തെ ഏറ്റവും അധികം ഐറ്റം സൂക്ഷിക്കുന്ന ഒരു മ്യൂസിയമാണിത്. 1.7 മില്യൺ വർഷങ്ങൾക്ക് മുമ്പുള്ള സാധനങ്ങൾ മുതൽ ചൈനയിലെ രാജഭരണം അവസാനിക്കും വരെയുള്ള 10,50,000-ത്തിലധികം വസ്തുക്കൾ അവിടെ പ്രദർശനത്തിനായി വെച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, രാജഭരണ കാലത്തിന് ശേഷമുള്ള വസ്തുക്കളും അവിടെ പ്രദർശനത്തിനായി ഒരുക്കിയിട്ടുണ്ട്. ആകെ 1.4 മില്യൺ ഐറ്റംസാണ് ആ മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. ആ കെട്ടിടം പണിതത് 1959-ലാണ്. പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയുടെ 10ാം വാർഷികത്തിൻ്റെ ഭാഗമായി രാജ്യത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ പണിത 10 കെട്ടിടങ്ങളിൽ ഒന്നാണ് ഈ മ്യൂസിയം കെട്ടിടം. 48 എക്സിബിഷൻ ഹാളുകളുള്ള ആ കെട്ടിടത്തിൻ്റെ ആകെ വിസ്തീർണം 2 ലക്ഷം സ്ക്വയർ മീറ്ററാണ്. 313 മീറ്റർ നീളവും 149 മീറ്റർ വീതിയുമുള്ള കെട്ടിടത്തിന് 4 നിലകളാണുള്ളത്. ആകെ ഉയരം 40 മീറ്റർ. അടുത്തൊരു പ്രധാന നിർമ്മിതി ഇതാണ്. മോണിമെന്റ് ഓഫ് ദി പീപ്പിൾസ് ഹീറോ. 1892 മുതൽ 1949 വരെ ചൈനയിൽ ഉണ്ടായിട്ടുള്ള ദേശീയ പ്രക്ഷോഭങ്ങളുടെ ഭാഗമായി ധീര രക്തസാക്ഷികൾക്കായി നിർമ്മിച്ച ഒരു സ്മാരകം. 37.94 മീറ്റർ പൊക്കമുള്ള ആ സ്മാരകം 13,000 ഗ്രാനൈറ്റ് പീസുകൾ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. മാവോ സെദുങ് അദ്ദേഹത്തിൻ്റെ സ്വന്തം കൈപ്പടയിൽ എറ്റേണൽ ഗ്ലോറി ഓഫ് ദി പീപ്പിൾസ് ഹീറോസ് എന്നർത്ഥമുള്ള ചൈനീസ് സ്ലോഗൻ അതിൻ്റെ പുറംഭാഗത്തായി എഴുതി വച്ചിട്ടുണ്ട്. അടുത്തൊരു പ്രധാന കെട്ടിടമാണ് കാണുന്നത്. ചെയർമാൻ മാവോ മെമ്മോറിയൽ ഹാൾ. ചൈനയുടെ രാഷ്ട്രപിതാവായ മാവോയുടെ ഭൗതിക ശരീരം എംബാം ചെയ്ത് സൂക്ഷിക്കുന്നത് അവിടെയാണ്. അതായത് അതൊരു മുസോളിയമാണ്. 1976 സെപ്റ്റംബർ 9-നാണ് മാവോ മരണപ്പെട്ടത്. തുടർന്ന് 1976 സെപ്റ്റംബർ 14-ന് CCP ഈ കെട്ടിടം നിർമ്മിക്കാൻ തീരുമാനിച്ചു. 1976 നവംബർ 24-ന് ആരംഭിച്ച കെട്ടിടം പണി 1977 മെയ് 24-ന് പൂർത്തിയാക്കി. എല്ലാ ദിവസവും രാവിലെ 7 മണി മുതൽ 12 മണി വരെ ആർക്കും അവിടെ ഫ്രീ ആയി പ്രവേശിക്കാം. ഇവിടെ നടന്ന ചില ഇൻസിഡൻറ്റുകൾ കൂടെ പറഞ്ഞാൽ ടിയാനമൻ സ്ക്വയറിൻ്റെ കഥ പൂർണ്ണമാകും. ആദ്യത്തേത് ഒരു കൂട്ടക്കുരുതിയാണ്. 1919 നടന്ന ഒരു കൂട്ടക്കൊല. മെയ് 4th മൂവ്മെൻ്റ് എന്നറിയപ്പെടുന്ന ഒരു കലാപത്തിൻ്റെ അവസാനം അന്നത്തെ ഭരണകൂടം നടത്തിയ നരനായാട്ടിൽ 47 പേർ കൊല്ലപ്പെട്ടു. 200 പേർക്ക് പരിക്കേറ്റു. അടുത്തത് ടിയാനമൻ ഇൻസിഡൻറ്റ് ഇൻ 1976 ഏപ്രിൽ 5-ന്
ഗവൺമെന്റിനെതിരെ നടന്ന സമരത്തിൽ 1,00,000 പേർ പങ്കെടുത്തു. അതോടനുബന്ധിച്ച് നടന്ന നടപടികളിൽ ധാരാളം പേർ മരണപ്പെട്ടു. പക്ഷേ എത്ര പേർ മരണപ്പെട്ടു എന്നത് ഇന്നും അജ്ഞാതം. 40 പേരെ അറസ്റ്റ് ചെയ്തതായി ഗവൺമെന്റ് കണക്കുണ്ട്. അടുത്തത് നമ്മളൊക്കെ ധാരാളം ചർച്ച ചെയ്ത 1989 സംഭവമാണ്. 1989 ഏപ്രിൽ 4 മുതൽ വിദ്യാർത്ഥികൾ ഇവിടെ ആരംഭിച്ച ഉപവാസ സമരം ജൂൺ 3, 4 തീയതികളിൽ നടന്ന കൂട്ടക്കുരുതിയോടെ ഭരണകൂടം അടിച്ചമർത്തി. 1989 ടിയാനൻ സ്ക്വയർ പ്രൊട്ടസ്റ്റ് ആൻഡ് മസാക്കർ എന്നാണ് ആ ഇൻസിഡന്റിന് അറിയപ്പെടുന്നത്. സമരം 1 മാസവും 2 ആഴ്ചയും 6 ദിവസവും നീണ്ടുനിന്നു. ഔദ്യോഗികമായി 241 വിദ്യാർത്ഥികൾ മരണപ്പെട്ടു എന്നാണെങ്കിലും 300-നും 2000-നും ഇടയ്ക്ക് വിദ്യാർത്ഥികൾ മരണപ്പെട്ടതായാണ് ലോകം വിശ്വസിക്കുന്നത്. ഈ സ്ക്വയറിൽ എല്ലാ ദിവസവും ദേശീയ പതാക ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യും. സൂര്യോദയവും സൂര്യാസ്തമനവും നോക്കിയാണ് ഫ്ലാഗ് ഉയർത്തുന്നതും താഴ്ത്തുന്നതും. നമ്മളിനി പോകുന്നത് ഫോർബിഡൻ സിറ്റിയിലേക്കാണ്. ആ കാണുന്ന കവാടം കടന്നാണ് അവിടേക്ക് പോകാൻ. അതിന് ആ റോഡ് മുറിച്ച് കടക്കണം. അതിനുള്ള അണ്ടർ പാസിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. റോഡ് മുറിച്ച് കടന്നാൽ നമ്മളെത്തുന്നത് ടിയാനമൻ ഗേറ്റ് ഓഫ് ഹെവൻലി പീസ് എന്നറിയപ്പെടുന്ന ഒരു ഗേറ്റിന് മുന്നിലാണ്. ഫോർബിഡൻ സിറ്റിയിലേക്കുള്ള തെക്ക് ഭാഗത്തെ പ്രവേശന കവാടം. വിലക്കപ്പെട്ട നഗരം എന്നാണ് പേരെങ്കിലും ഇതൊരു കൊട്ടാരം കോംപ്ലക്സ് ആണ്. 2 രാജവംശങ്ങളിലായി 500 വർഷം ചൈന ഭരിച്ചിരുന്ന രാജാക്കന്മാരുടെ കൊട്ടാരവും ഭരണസിരാ കേന്ദ്രവും. ഗേറ്റ് കടന്നെത്തുന്നത് ഒരു സ്ക്വയറിലേക്കാണ്. ആ കാണുന്നതാണ് പാലസ് കോംപ്ലക്സിലേക്കുള്ള അടുത്ത കവാടം. ഇങ്ങനെയുള്ള 4 കവാടങ്ങൾ കഴിഞ്ഞാണ് നമ്മൾ പാലസിലേക്ക് എത്തുക. മെറിഡിയൻ ഗേറ്റ് എന്നാണ് ഈ തെക്ക് ഭാഗത്തുള്ള ഗേറ്റുകളെ അറിയപ്പെടുന്നത്. ഈ സ്ക്വയറിൻ്റെ ഇരുവശങ്ങളിലുമായി കെട്ടിടങ്ങളുണ്ട്. രാജഭരണകാലത്തെ ഓഫീസ് കെട്ടിടങ്ങളാണത്. അതായത് സെക്രട്ടേറിയറ്റ് ഉദ്യോഗസ്ഥരുടെ ഓഫീസുകൾ. അടുത്ത ഗേറ്റ് കടന്നെത്തുന്നതും ഒരു സ്ക്വയറിലേക്കാണ്. ഈ സ്ക്വയറിൻ്റെ ഇരുവശങ്ങളിൽ കാണുന്നത് സ്റ്റോർ റൂമുകളാണ്. കൊട്ടാരത്തിന് ആവശ്യമുള്ള ഭക്ഷ്യവസ്തുക്കളും മറ്റും സൂക്ഷിക്കുന്ന മുറികൾ. ഇവിടെ ഫോർബിഡൻ സിറ്റിയുടെ ഒരു മാപ്പ് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അതിൽ വിശദമായ വിവരണവും ഉണ്ട്. ലോകത്ത് ഇന്നും നിലനിർത്തിയിരിക്കുന്ന ഏറ്റവും വലിയ പാലസ് കോംപ്ലക്സ് ആണ് ഫോർബിഡൻ സിറ്റി. 1406 മുതൽ 1420 വരെയുള്ള കാലത്താണ് ഈ കെട്ടിടം കോംപ്ലക്സ് ഇവിടെ പണിതത്. മിങ് രാജവംശകാലത്ത് പണിത ഈ പാലസിൽ 500 വർഷങ്ങൾ 2 രാജവംശങ്ങളുടെ ആസ്ഥാനമായിരുന്നു. 24 രാജാക്കന്മാരുടെ കൊട്ടാരമായിരുന്നു ഇവിടം. അതിൽ 14 പേർ മിങ് രാജാക്കന്മാരും 10 പേർ കിങ് രാജാക്കന്മാരുമായിരുന്നു. ചൈന ഭരിച്ച അവസാനത്തെ രാജാവ് കിങ് രാജവംശത്തിലെ പൂയി ആയിരുന്നു. ആ കാണുന്നതാണ് അടുത്ത കവാടം. ആ ഗേറ്റിനെ ഗേറ്റ് ഓഫ് സുപ്രീം ഹാർമണി എന്നാണ് അറിയപ്പെടുന്നത്. അവിടെയാണ് അടുത്ത സെക്യൂരിറ്റി ചെക്ക് ഉള്ളത്. 1 ക്യൂ ആണ് അത് കടക്കാനായി ഉള്ളത്.
കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും എടുക്കുമെന്ന് തോന്നുന്നു അത് കടക്കാൻ. നാല് ഗേറ്റുകളാണ് പ്രധാനമായി ഉള്ളതെന്ന് തോന്നുന്നു. വേറെയും ഗേറ്റുകൾ കാണുന്നുണ്ട്. അവ വിസിറ്റേഴ്സിനെ കടത്തിവിടുന്നതല്ല. ഈ ക്യൂവിന്റെ പല ഭാഗത്തും ഇത്തരം വേഷം ധരിച്ച ധാരാളം പെൺകുട്ടികളെ കാണുന്നുണ്ട്. അവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് എന്താണ് ഈ വേഷം ധരിച്ചിവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചു മനസ്സിലാക്കാൻ കഴിയില്ല. കാരണം അവർക്ക് ചൈനീസ് ഭാഷ അല്ലാതെ മറ്റൊരു ഭാഷയും അറിയില്ല. പെൺകുട്ടികളും സ്ത്രീകളുമാണ് ഇങ്ങനെ വേഷം ധരിച്ചിവിടെ കണ്ടുവരുന്നത്. ഒരൊറ്റ ആണുങ്ങളെയും ഇങ്ങനെ വേഷം ധരിച്ചിവിടെ കാണാൻ കഴിഞ്ഞിട്ടില്ല. ഒടുവിൽ വല്ലവിധേനയും കാര്യം മനസ്സിലാക്കി. ഫോട്ടോഷൂട്ടിനായാണ് ഇവർ ഇങ്ങനെ വേഷം ധരിച്ച് മേക്കപ്പും ചെയ്ത് ഇവിടെ എത്തിയത് എന്ന്. ഈ വേഷങ്ങൾ ഇവിടെ പുറത്ത് വാടകയ്ക്ക് കിട്ടും. 400 ചൈനീസ് മണിയാണ് റെന്റ്. നമ്മൾ സെക്യൂരിറ്റി ചെക്കിംഗ് പോയിന്റിലെത്തി. ബാഗുകളും മറ്റും ഇവിടെ വിശദമായി പരിശോധിക്കുന്നുണ്ട്. സെക്യൂരിറ്റി ചെക്കും ഗേറ്റും കടന്ന് എത്തുന്നത് മറ്റൊരു സ്ക്വയറിലേക്കാണ്. ഒരു കൂറ്റൻ സ്ക്വയറിലേക്ക്. ആ നേരെ കാണുന്നതാണ് പ്രധാന കൊട്ടാരത്തിലേക്കുള്ള അടുത്ത ഗേറ്റ്. ആ കവാടവും കടന്നാൽ പിന്നെ കാണുന്നത് പ്രധാന കൊട്ടാരമാണ്. അതിന് പുറകിലായാണ് അനുബന്ധ കൊട്ടാരങ്ങളുള്ളത്. ആ മേൽക്കൂര നിർമ്മിച്ചിരിക്കുന്ന ഒരു പ്രത്യേക തരം ടൈൽസ് ഉപയോഗിച്ചാണ്. ബാംബു മോഡലിലാണ് നിർമ്മാണം. അതിലുപയോഗിച്ചിരിക്കുന്നത് സെറാമിക് ടൈൽസ് ആണ്. അത് അടുക്കി അടുക്കി വെള്ളം ചോരാത്ത തരത്തിൽ വാട്ടർ പ്രൂഫാക്കിയാണ് നിർമ്മിച്ചിരിക്കുന്നത്. മേൽക്കൂര പൂർണ്ണമായും തടിയിൽ നിർമ്മിച്ചതായതിനാൽ വെള്ളം വീണവ നശിക്കാതിരിക്കാനാണ് ഇത്തരം ടൈൽസ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ കൊട്ടാരത്തിലേക്ക് ആവശ്യമായ തടി ചൈനയിലെ കിഴക്ക് ഭാഗത്തുള്ള കാടുകളിൽ നിന്ന് ശേഖരിച്ചവയാണ്. ലോകത്ത് ഇന്ന് നിലനിർത്തി സംരക്ഷിച്ചു വരുന്ന ഏറ്റവും വലിയ തടി കൊണ്ടുള്ള കൊട്ടാരമാണിത്. ഈ കോംപ്ലക്സിന് ആവശ്യമായ മാർബിളുകളും ഇവിടെ ബീജിംഗിൽ നിന്ന് ഖനനം ചെയ്തെടുത്തവയാണ്. 980 കെട്ടിടങ്ങളാണ് ഈ പാലസ് കോംപ്ലക്സിലുള്ളത്. 14 വർഷം കൊണ്ടാണ് ഇത് പണിതത്. 1 മില്യണിൽ കൂടുതൽ ആളുകൾ ഇതിന്റെ നിർമ്മാണത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ദീർഘചതുരാകൃതിയിലുള്ള ഈ കോംപ്ലക്സിന്റെ നീളം 961 മീറ്ററും വീതി 753 മീറ്ററുമാണ്. തെക്ക് വടക്കായി നീളവും കിഴക്ക് പടിഞ്ഞാറായി വീതിയും. ചുറ്റുമുള്ള കോട്ടയ്ക്ക് പുറമെ ഒരു കിടങ്ങുമുണ്ട്. 6 മീറ്റർ ആഴവും 52 മീറ്റർ വീതിയുമുള്ള കിടങ്ങ്. ഇതൊരു ആർട്ടിഫിഷ്യൽ റിവറാണ്. ഗോൾഡൻ വാട്ടർ റിവർ എന്നാണ് ഇതിന്റെ പേര്.
ഈ പാലസ് കോംപ്ലക്സിലേക്ക് കടക്കുന്നതിന് നമ്മൾ കയറി വന്ന തെക്ക് ഭാഗത്തെ മെർഡിയൻ ഗേറ്റിന് പുറമെ മറ്റു 3 വശങ്ങളിൽ 3 ഗേറ്റുകൾ കൂടിയുണ്ട്. അതിൽ വടക്ക് വശത്തുള്ള ഗേറ്റിനെ ഗേറ്റ് ഓഫ് ഡിവൈൻ പവേഴ്സ് എന്നും കിഴക്കുള്ള ഗേറ്റിനെ ഈസ്റ്റ് ഗ്ലോറിയസ് ഗേറ്റ് എന്നും പടിഞ്ഞാറ് ഭാഗത്തെ ഗേറ്റിനെ വെസ്റ്റ് ഗ്ലോറിയസ് ഗേറ്റ് എന്നും വിളിക്കും. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ചത്തുരത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇതിൽ പാകിയിരിക്കുന്ന ബ്രിക്കുകൾ 30 സെൻറ്റിമീറ്റർ കനമുള്ളവയാണ്. ഇത് നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ 9 ലെയറും ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷനിൽ 8 ലെയറും ഉണ്ട്. അതായത് 30 സെൻറ്റിമീറ്റർ കനമുള്ള 17 ലെയറുകൾ. ഏകദേശം 6 മീറ്റർ കനത്തിലാണ് ഇതിവിടെ പാകിയിരിക്കുന്നത്. പുറത്തുനിന്നും ടണൽ നിർമ്മിച്ച് എത്തിയാൽ പോലും ഇത് തുരന്ന് ഇതിനുള്ളിൽ കടക്കാൻ കഴിയാത്ത തരത്തിലുള്ള സെക്യൂരിറ്റി മെഷർ. വിശ്വസിക്കാൻ പ്രയാസമാണല്ലേ? പക്ഷേ സത്യം അതാണ്. ഇപ്പോൾ ഇവിടെ ചില ഭാഗങ്ങളിൽ പുറത്ത് പുതിയ ബ്രിക്സുകൾ പാകിയിട്ടുണ്ട്. കുറേ സ്ഥലങ്ങളിൽ ആ പഴയ ഫ്ലോർ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഈ കവാടം നിർമ്മിച്ചിരിക്കുന്നത് കുറച്ചുയർത്തിയാണ്. റാമ്പ് കയറി വേണം ഈ കവാടത്തിലെത്താൻ. ഈ കവാടം മാത്രമല്ല, ഈ ചത്വരത്തിൻ്റെ ചുറ്റിലുമുള്ള എല്ലാ നിർമ്മിതികളും ഇതുപോലെ ഒരു 2 മീറ്ററെങ്കിലും ഉയരത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. കവാടം കടന്നെത്തുന്നത് വീണ്ടും ഒരു ചത്വരത്തിലേക്കാണ്. ആദ്യ വിശാലമായ ഒരു സ്ക്വയറിന് ചുറ്റിലുമായി കൊട്ടാരം കെട്ടിടങ്ങൾ. നേരെ കാണുന്നതാണ് പ്രധാന കൊട്ടാരം, ഹാൾ ഓഫ് സുപ്രീം ഹാർമണി. ശരിക്കും നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന ഒരു നിർമ്മിതിയാണിത്. ഏഷ്യൻ വാസ്തുശില്പകലയിൽ നിർമ്മിച്ച ഒരു ഇമ്പീരിയൽ പാലസ്. ഇവിടുത്തെ സ്ക്വയർ നിർമ്മിച്ചിരിക്കുന്നതും നേരത്തെ പറഞ്ഞ രീതിയിലാണ്. ഈ കോംപ്ലക്സിനെ മൊത്തത്തിൽ 2ആയി തിരിച്ചിട്ടുണ്ട്. ഒന്ന് ഔട്ടർ കോർട്ടും 2 ഇന്നർ കോർട്ടും. ഇതിൽ ഔട്ടർ കോർട്ട് രാജഭരണവുമായി ബന്ധപ്പെട്ട ഇടവും ഇന്നർ കോർട്ട് രാജകുടുംബാംഗങ്ങളുടെ വാസസ്ഥലവുമാണ്. നമ്മൾ ഈ നിൽക്കുന്നത് ഔട്ടർ കോർട്ട് ഭാഗത്താണ്. ഈ കൊട്ടാരം കഴിഞ്ഞ് വടക്ക് ഭാഗത്താണ് ഇന്നർ കോർട്ട്. അവിടേക്ക് നമ്മൾ പോകുന്നില്ല. പ്രധാനമായും സമയക്കുറവാണ്. ഇവിടം വിശദമായി കാണണമെങ്കിൽ ഒരു ദിവസം മുഴുവനായി വേണം. ഈ കോംപ്ലക്സ് സന്ദർശിക്കുന്നതിന് ടിക്കറ്റ് ആവശ്യമാണ്. കുറഞ്ഞത് ഒരാഴ്ച മുമ്പെങ്കിലും ശ്രമിച്ചാലേ നമുക്ക് ടിക്കറ്റ് ലഭിക്കൂ. 1987 ഇവിടം യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. 30,000 ആളുകളാണ് ഇവിടെ ഒരേ സമയം താമസിച്ചിരുന്നത്. അതിൽ നിന്ന് തന്നെ ഈ കോംപ്ലക്സിന്റെ വലിപ്പം ഊഹിക്കാവുന്നതാണ്. ആ കാണുന്ന സ്റ്റെപ്പുകളും പാരപ്പറ്റുകളും മുഴുവൻ മാർബിൾ കൊണ്ട് നിർമ്മിച്ചവയാണ്. കൊട്ടാരം മുഴുവൻ തടി കൊണ്ടും. ഇവിടെ വഴിയുടെ ഇരുവശത്തുമായി ഇതുപോലുള്ള ശില്പങ്ങളുണ്ട്. ഇത് ഇവരുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ആയിരിക്കും. ഇവിടമാണ് കൊട്ടാരത്തിന്റെ ഫ്രണ്ട് യാർഡ്. തറ മുഴുവൻ മാർബിൾ പാകിയിട്ടുണ്ട്. ഇമ്പീരിയൽ സൺഡയൽ എന്നാണ് ഈ ഭാഗത്തിനെ അറിയപ്പെടുന്നത്. ആ പെയിന്റിങ്ങും കാർവിങ്സും ഒന്നും വിവരിക്കാൻ കഴിയാത്ത അത്ര മനോഹരമാണ്. ഒരു ഇമ്പീരിയൽ പാലസിന് ചേർന്ന വർക്കുകൾ. ഇതിന്റെ പുറകിലാണ് മറ്റ് അനുബന്ധ കൊട്ടാരങ്ങളുള്ളത്. ഇവിടെ ഇത്ര അധികം മുറികൾ എന്തിനാണെന്ന ചോദ്യത്തിന് ഉത്തരമുണ്ട്. ഇവിടം ഭരിച്ചിരുന്ന ഒരു രാജാവിന് 3000 ഭാര്യമാർ ഉണ്ടായിരുന്നു എന്നാണ് ചരിത്രം. അപ്പോൾ പിന്നെ ഇത്രയും വലിയ കൊട്ടാരം ഒരു അധികപ്പറ്റല്ല. വൻ തിരക്കാണ്. ശരിക്കും കാല് കുത്താനിടമില്ല. ലോകത്തിന്റെ പല ഭാഗത്തും സഞ്ചരിച്ചിട്ടുണ്ടെങ്കിലും ഇത്രയും തിരക്കുള്ള മറ്റിടം ഞാൻ കണ്ടിട്ടില്ല. അത്രമാത്രം വിദേശികളും സ്വദേശികളുമായ ടൂറിസ്റ്റുകൾ ഇവിടെ ദിവസവും വന്നു പോകുന്നുണ്ട്. കോവിഡിന് മുമ്പ് 2019 19 മില്യൺ ആളുകളാണ് ഇവിടെ വിസിറ്റ് ചെയ്തത്.
ഇപ്പോഴും ശരാശരി വർഷത്തിൽ 14 മില്യൺ വിസിറ്റേഴ്സ് ഇവിടെ കാണാനെത്തുന്നുണ്ട് എന്നാണ് കണക്ക്. എത്ര കണ്ടാലും മതിയാവില്ല എങ്കിലും കൂടുതൽ സമയം ഇവിടെ നിൽക്കാൻ കഴിയില്ല. നമുക്കിവിടെ ചിലവഴിക്കാൻ അനുവദിച്ച സമയം അവസാനിക്കുന്നു. ഇനി തിരികെ പോകാം. നമ്മൾ തിരികെ പോകുന്നത് വന്ന വഴിയല്ല. 4 വഴികൾ ഇവിടേക്കുണ്ടെന്ന് പറഞ്ഞല്ലോ. അതിൽ കിഴക്ക് ഭാഗത്തുള്ള ഈസ്റ്റ് ഗ്ലോറിയസ് ഗേറ്റ് വഴിയാണ് നമ്മൾ പുറത്തേക്ക് കടക്കാൻ പോകുന്നത്. അവിടെ അടുത്തൊന്നും നമ്മുടെ ബസ് എത്തില്ല. കുറേ നടന്നു വേണം ബസ്സിനടുത്തേക്ക് എത്താൻ. ഈ കോംപ്ലക്സിൽ ഒരേ ഒരു സിനിമ മാത്രമേ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. 1976 നിർമ്മിച്ച ലാസ്റ്റ് എംപറർ എന്ന സിനിമ പൂർണ്ണമായി നിർമ്മിച്ചത് ഇവിടെ വെച്ചാണ്. 8 മാസമെടുത്തു ആ സിനിമ പൂർത്തിയാക്കാൻ. അന്ന് ദിവസം $1,00,000 പ്രതിഫലം നൽകിയാണ് അനുവാദം തേടിയത്. ആ സിനിമ ഇവിടം ഭരിച്ചിരുന്ന അവസാന എംപററായ പൂയിയുടെ കാലവും തുടർന്നുള്ള കമ്മ്യൂണിസ്റ്റ് ഭരണകാലവും തമ്മിലുള്ള ഒരു താരതമ്യമായിരുന്നു. അതായത് റോയൽ പവറും പീപ്പിൾസ് പവറും തമ്മിലുള്ള താരതമ്യം. 25 ഓസ്കാർ അവാർഡുകളാണ് ആ സിനിമയ്ക്ക് കിട്ടിയത്. ഇതാണ് കിഴക്ക് ഭാഗത്തുള്ള കവാടം. കവാടം കടന്നിറങ്ങുന്നത് മറ്റൊരു ആർട്ടിഫിഷ്യൽ ഫോറസ്റ്റിലേക്കാണ്. ഇപ്പോൾ വിന്റർ ആയതിനാൽ മരങ്ങളിലൊന്നും ഇലകളില്ല. ഇവിടവും കൊട്ടാരത്തിൻ്റെ ഭാഗമാണ്. 72 ഹെക്ടറാണ് ഈ പാലസ് കോംപ്ലക്സിൻ്റെ ആകെ ഏരിയ. 9999 മുറികൾ ഇവിടെ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ 8886 മുറികൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. പാസേജുകളും എൻട്രൻസുകളും ഒക്കെ കൂടി ചിലപ്പോൾ 9999 മുറികൾ ഉണ്ടാകും എന്നാണ് വിദഗ്ധർ പറയുന്നത്. ഈ കൊട്ടാരം നിർമ്മിച്ചിരിക്കുന്നത് മുഴുവൻ തടി കൊണ്ടാണ്. ഭൂകമ്പം പോലുള്ള നാച്ചുറൽ കലാമിറ്റീസ് ചേർക്കാൻ കഴിയുന്ന തരത്തിലുള്ള പഴയ ചൈനീസ് വാസ്തുവിദ്യ ഉപയോഗിച്ചാണ് കെട്ടിടങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ ആകെ ഉള്ളൊരു ഭീഷണി തീപിടുത്തമാണ്. കാരണം തടികളാണ് കൂടുതൽ. ഇവിടെ ഞാൻ ഗോൾഡൻ വാട്ടർ റിവർ ഒഴുകുന്നുണ്ട്. വെള്ളം ഐസ് രൂപത്തിലാണുള്ളത്. അതിൽ മരച്ചില്ലകൾ വീണ് ഒരു പ്രത്യേക ഡിസൈൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതാണ് കിഴക്ക് ഭാഗത്തുള്ള കവാടത്തിൻ്റെ 1ാം ഗേറ്റ്. ഗേറ്റ് കടന്നാൽ നമ്മളെത്തുന്ന ഒരു പൊതു റോഡിലേക്കാണ്. ഇവിടെ നിന്ന് 1-2 കിലോമീറ്റർ നടന്നു വേണം നമ്മുടെ ലഞ്ചിനുള്ള റെസ്റ്റോറൻറ്റിലെത്താൻ. ഫോട്ടോഷൂട്ടുകാരുടെ ഒഴുക്ക് ഇപ്പോഴും നിലച്ചിട്ടില്ല. സ്ട്രീറ്റിൽ ഫുഡ് വിൽക്കുന്ന ഒരു കട. അടുത്തെത്തിയപ്പോൾ തന്നെ മാംസം കരിയുന്ന നല്ല മണം. ഈ കടകളിൽ നിന്നാണ് ഫോട്ടോഷൂട്ടിന് ആവശ്യമായ സാധനങ്ങൾ വാടകയ്ക്ക് കിട്ടുന്നത്. ഈ തെരുവ് മുഴുവൻ ഇത്തരം ഷോപ്പുകളാണ്. നടന്ന് നമ്മൾ റെസ്റ്റോറൻറ്റിലെത്തി. ഇന്ത്യൻ കിച്ചൺ, അതാണ് റെസ്റ്റോറൻറ്റിൻ്റെ പേര്. ഫുഡ് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ കാണുന്ന കാഴ്ച ഇതാണ്. ചൈനയിൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാഴ്ച, ഒരു ഭിക്ഷാടന കാഴ്ച. ഇവിടെ ഇങ്ങനെ ആളുകൾ ഉണ്ട് എന്നറിയാം, പക്ഷേ ഇത്ര പരസ്യമായി ഭിക്ഷാടനം നടത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിച്ചില്ല.
വീഡിയോ എടുക്കുന്നു എന്ന് മനസ്സിലാക്കി സ്ഥലം വിട്ടു. ഇവിടെ ചൈനീസ് ന്യൂ ഇയറിൻ്റെ ഭാഗമായുള്ള ചില അലങ്കാരങ്ങളുണ്ട്. നമ്മൾ അവിടെയും ഒരു ഫോട്ടോ പോയിന്റാക്കി മാറ്റിയിട്ടുണ്ട്. ഇന്നത്തെ കാഴ്ചകൾ അവസാനിച്ചു. ഇനി നമ്മുടെ ഷോപ്പിംഗ് ടൈമാണ്. അതിനായുള്ള മാളിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. നമ്മളൊരു ഷോപ്പിംഗ് മാളിലെത്തി. സിൽക്ക് സ്ട്രീറ്റ് എന്നാണ് ഇതിൻ്റെ പേര്. ഒരു ഷോപ്പിംഗ് മാളിൽ കാണുന്ന തരത്തിലുള്ള ക്രൗഡൊന്നും കാണുന്നില്ല. ചിലപ്പോൾ വിദേശികളെ പറ്റിക്കാനുള്ള ഇടമാവും ഇവിടെ. ഏതായാലും കയറി നോക്കാം. നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ ആരുമില്ല ഇവിടെ, നമ്മൾ മാത്രം. സാധനങ്ങളോ വൻ വിലയും. ശുദ്ധ തട്ടിപ്പിൻ്റെ ഇടം. നമ്മളെ ഇവിടുത്തെ കച്ചവടക്കാർക്ക് അത്ര പിടിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. ഒന്ന് രണ്ട് വെളുത്ത സായിപ്പന്മാരോടുള്ള സമീപനമല്ല നമ്മോട് അവർ കാണിക്കുന്നത്. ഇത് വർണ്ണവിവേചനമല്ല, നമ്മളെ അത്ര പെട്ടെന്ന് പറ്റിക്കാൻ കഴിയാത്തതിൻ്റെ ഒരു ഫ്രസ്ട്രേഷൻ. ഇത് അടുത്ത ദിവസം. ഇപ്പോൾ നമ്മളുള്ളത് ബീജിങ്ങിലെ ഡാങ്സിങ് ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ്. ഇന്നലെ ഷോപ്പിങ്ങും കഴിഞ്ഞ് ഡിന്നറിന് ശേഷം ഹോട്ടലിലേക്ക് പോയി. ഇന്ന് രാവിലെ ചെക്കൗട്ട് ചെയ്ത് ഇവിടെ എത്തി. രാവിലെ 9:30 നമ്മുടെ ഫ്ലൈറ്റ്. അതുകൊണ്ട് 6:30 മുമ്പേ നമ്മൾ ഇവിടെ എത്തി. രാവിലെ ഉള്ള തിരക്കിൽ ഇതുവരെയുള്ളതൊന്നും ഷൂട്ട് ചെയ്തില്ല. 1 മണിക്കൂർ യാത്ര ചെയ്താണ് ഇവിടെ എത്തിയത്. അതായത് രാവിലെ 5:30 അവിടെ നിന്നും തിരിച്ചു. ഇപ്പോൾ ചെക്കിൻ നടപടികളൊക്കെ പൂർത്തിയാക്കിയിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഇനി പാഴ്സലായി കൊണ്ടുവന്ന ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ്. വിശദമായ ബ്രേക്ക്ഫാസ്റ്റ് ഫ്ലൈറ്റിലുണ്ടാവും. ഈ ഡാങ്സിങ് എയർപോർട്ട് ചൈനയിലെ ഏറ്റവും വലിയ എയർപോർട്ടാണ്. ഈ എയർപോർട്ടിന് ഒറ്റ ടെർമിനൽ മാത്രമേ ഉള്ളൂ. അതായത് ഒരൊറ്റ ബിൽഡിംഗ്. ഒരു നീരാളിയുടെ ഷേപ്പിലുള്ള 5 ടെർമിനൽസ് തുല്യമായ ഒരു എയർപോർട്ട്. ചെക്ക് ഇൻ പോയിന്റിൽ നിന്നും ഏത് ഗേറ്റിലേക്ക് പോകാനും ഒരു 800 മീറ്ററിൽ കുറയാത്ത ദൂരമുണ്ടാവും. പോകാനായി ഇത്തരം ട്രാവലേറ്ററുകൾ എല്ലായിടത്തും ഉണ്ട്. ഈ എയർപോർട്ട് ഓപ്പൺ ചെയ്തത് 2019 സെപ്റ്റംബർ 25-നാണ്. ആദ്യത്തെ കൊമേഴ്ഷ്യൽ ഫ്ലൈറ്റ് ഓപ്പറേറ്റ് ചെയ്തത് 26 സെപ്റ്റംബർ 2019-നും, അതായത് ഉദ്ഘാടനത്തിൻ്റെ അടുത്ത ദിവസം. ഇത് ടെർമിനൽ കെട്ടിടത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. ഇത് തന്നെ ഒരു വൺ എയർപോർട്ട് ടെർമിനലിന് പോലുണ്ട്. എല്ലാ ഭാഗവും കൂടെ ഈ ടെർമിനലിൻ്റെ ആകെ വിസ്തീർണം 7 ലക്ഷം സ്ക്വയർ മീറ്ററാണ്. 4 റൺവേകളാണ് ഈ എയർപോർട്ടിനുള്ളത്. അതിൽ 3 എണ്ണം 3800 മീറ്റർ നീളമുള്ളതും 1 എണ്ണം 3400 മീറ്റർ നീളമുള്ളതുമാണ്. എല്ലാ റൺവേകളും കോൺക്രീറ്റ് റൺവേകളാണ്. 2025 എയർപോർട്ടിലൂടെ കടന്നുപോയത് 5,36,18,949 പാസഞ്ചേഴ്സാണ്. ഇവിടേക്ക് ബീജിംഗ് വെസ്റ്റ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഹൈസ്പീഡ് ട്രെയിനുണ്ട്. എയർപോർട്ടിലെ സ്റ്റേഷൻ അണ്ടർഗ്രൗണ്ടിലാണുള്ളത്. ഈ എയർപോർട്ടിനായി ചിലവായത് $11.4 ബില്യൺ ആണ്. കൃത്യസമയത്ത് ബോർഡിംഗ് ആരംഭിച്ചു. മലേഷ്യൻ എയർലൈൻസിൻ്റെ എയർബസ് A330 ഇവിടെ നിന്ന് നമ്മൾ കോലാലംപൂരിലേക്ക് പോകുന്നത്. അവിടെ നിന്ന് തിരുവനന്തപുരത്തേക്ക് ഒരു 6 മണിക്കൂർ സമയമെടുക്കും നമ്മൾ കോലാലംപൂരിലെത്താൻ. അവിടുത്തെ സമയം വൈകുന്നേരം 4 മണിക്ക് അവിടെ എത്തിച്ചേരും. അതുവരെ ഫുഡും കഴിച്ച് സിനിമയും കണ്ട് വേണ്ടി വന്നാൽ ഒരു ഉറക്കവും നടത്താം.
കൃത്യം 4 മണിക്ക് നമ്മൾ കൊലാലംപൂരിലെത്തി. കൊലാലംപൂർ ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ 1-ാം നമ്പർ ടെർമിനലാണിത്. ഇനി നമുക്ക് ധാരാളം സമയമുണ്ട്. അടുത്ത ഫ്ലൈറ്റ് ഇവിടെ നിന്ന് രാത്രി 11 മണിക്കാണ്. അതുവരെ കണ്ടു നടക്കാൻ ഈ എയർപോർട്ടിൽ ധാരാളം കാഴ്ചകളുണ്ട്. ഈ എയർപോർട്ടിനെ കുറിച്ചുള്ള വിവരണങ്ങൾ നമ്മൾ നേരത്തെ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് മറ്റു വിവരണങ്ങളൊന്നുമില്ല. ഇനി നമ്മൾ അടുത്ത ഫ്ലൈറ്റ് കയറി തിരുവനന്തപുരത്തേക്ക് പോകും. ഇതോടുകൂടി ഈ എപ്പിസോഡും ഈ ചൈനീസ് സീരീസും ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത കാഴ്ചകളുമായി കാണും വരെ ഗുഡ് ബൈ.